സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായിക്ക് വ്യക്തിപരമായി ഏറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തിയാൽ അത് തെറ്റാകും. ഈ സ്ഥാനാർത്ഥി സ്വരാജ് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല എന്നൊക്കെയാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. ഈ പിണറായിക്കും സർക്കാരിനും ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? പക്ഷേ തമാശയായിട്ടാണെങ്കിലും ട്രോളുകൾ പറയുന്നത് ഈ ഒരു തോൽവിയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പിണറായി വിജയനാണ് എന്നാണ്. കാരണം ദേശീയ പാതയിൽ പോലൊരു പാതയുണ്ട്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രി പദത്തിലേക്ക്. അത് പോകേണ്ടത് മരുമകൻ റിയാസാണ്. ആ റിയാസിൻ്റെ ആ പാത അല്ലെങ്കിൽ ആ ലൈൻ ഇപ്പോൾ ക്ലിയറായി എന്നതിൻ്റെ സന്തോഷമാണ്. ക്ലിഫ് ഹൗസിൽ ഇന്നലെ ലഡ്ഡു പൊട്ടി, അതുപോലെ പിണറായിയിലെ വീട്ടിലും ലഡ്ഡു പൊട്ടി എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് ലോജിക്കിനെ നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓരോരോ തടസ്സങ്ങളായിട്ട് പാർട്ടിയിൽ അങ്ങനെ ആയിരുന്നില്ലേ അച്യുതാനന്ദൻ, അങ്ങനെ എത്ര തടസ്സങ്ങളാണ് അദ്ദേഹം. ഭഗവാനെ, ഇതിനിടയ്ക്ക് അച്യുതാനന്ദൻ ആശുപത്രിയിലാണ്, വീണ്ടും ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ ഇടയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇല്ലല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയെങ്കിൽ കണ്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് വെരി സീരിയസ് എന്നുള്ളതാണ് അർത്ഥം. പ്രായവും അതുപോലെ തന്നെയാണ്, ഏജ്ഡ്. അതെ, അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾക്ക് ദൈവവിശ്വാസമുണ്ട്, ആരോഗ്യം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതേസമയം തന്നെ ഈ പിണറായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ആ തടസ്സങ്ങൾ, VS അച്യുതാനന്ദനിൽ നിന്നുള്ള തടസ്സം, അതുപോലെ തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തിനോടൊപ്പം നിന്ന വസന്തൻ എന്ന് പറയുന്ന DYFI നേതാവിനെ അറിയായിരിക്കുമല്ലോ, പ്രശാന്തൻ. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കി പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റി സുധാകരനെ ഒതുക്കി, അല്പമെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം നിന്ന MV ജയകുമാറിനെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെറും മൂകസാക്ഷികളാക്കിക്കൊണ്ട് അതെ അതേസമയം തൻ്റെ മരുമകനെ പിന്തുണച്ച പ്രദീപ് കുമാറിനെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ഈ ഓപ്പറേഷനെല്ലാം ചരടുവലിക്കുന്ന P ശശിയെ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് നടത്തിച്ചുകൊണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ കടിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ. തീർന്നില്ല, ശൈലജ ടീച്ചറെ, ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്ത ശൈലജ ടീച്ചറെ ഒതുക്കിക്കൊണ്ട് PK ശ്രീമതി കേരളത്തിലെ ഒരു കമ്മിറ്റി മീറ്റിംഗ്, സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് വന്നപ്പോൾ അതേ നാട്ടി കടക്കൂ പുറത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അജയ്യമായ ഒരു ജൈത്രയാത്ര അല്ലെങ്കിൽ ഒരു അശ്വമേധം അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ തടസ്സമായിട്ട് വരുന്ന യുവ നേതാക്കളായിരുന്നു P രാജീവ്, MP രാജേഷ്, M സ്വരാജ് തുടങ്ങിയവർ. P രാജീവിനെയും അതുപോലെ തന്നെ MP രാജേഷിനെയും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സമയത്ത് തന്നെ ഒതുക്കി കഴിഞ്ഞിരുന്നു. ഒതുക്കി ഭിത്തിയിലെടുത്ത് ഒട്ടിച്ചു വാൾപേപ്പറായിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് M സ്വരാജ് മാത്രമായിരുന്നു. ഈ M സ്വരാജ് ഇപ്പോൾ അവസ്ഥ എന്താണ്? നേരത്തെ തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു, പൊട്ടി, അതിന് കൊടുത്ത കേസ് പൊട്ടി. ഇപ്പോൾ നോക്കൂ, നിലമ്പൂരിലെ സ്വന്തം തട്ടകത്തിലെ, സ്വന്തം പഞ്ചായത്തിലെ, സ്വന്തം ജന്മദേശത്തെ ഒക്കെ നടന്ന പോളിങ്ങിൽ പോലും പിന്നോട്ട് പോയി വമ്പിച്ച ഒരു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി. അത് ആരും PV അൻവർ എന്ന് പറയുന്ന വഞ്ചകൻ്റെ മുമ്പിൽ തോറ്റു തൊപ്പിയിട്ടിട്ട് വന്നിരിക്കുക. അവിടെ പറഞ്ഞത് എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് കേരളത്തിലെ ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കും. അപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പാളി, മണ്ടത്തരം പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കൂടെ തിരിച്ചടിച്ച് ഇനി M സ്വരാജിന് പാർട്ടിയിൽ 2 തവണ 3 തവണ തോറ്റ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പാളി, പറഞ്ഞ കാര്യങ്ങളും പാളി, മത്സരിച്ചതും പാളി. അല്ല, തീരട്ടെ, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വേണം. അതും പാളിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ തോറ്റിയതല്ലോ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ കിടക്കുകയാണ് സ്വന്തം ദേശമായിട്ടുള്ള നിലമ്പൂരിൽ. ഇതിലും സഹതാർപ്പ അർഹമായിട്ടുള്ള മറ്റെന്താണുള്ളത്? ഈ ഒരു അവസ്ഥയിൽ പാർട്ടി മുടന്തൻ കുതിരകളെ എങ്ങനെ കാട്ടുകുതിരക്കൂട്ടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ
അതുപോലെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. തുമ്പിക്കൈയില്ലാത്ത ആനകളെ സാധാരണഗതിയിൽ ആനക്കൂട്ടങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ അതിന് ഒരു അപവാദം ഇപ്പോൾ വന്നിട്ടുണ്ടോ നമ്മുടെ അടുത്ത്? തുമ്പിക്കൈ ഇല്ലാത്തതിനെ ആനക്കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഇതുപോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി അതിൻ്റെ ഗ്രാഫ് ഞാൻ കൂമ്പടഞ്ഞൊന്നും പറയുന്നില്ല, പക്ഷേ താഴോട്ടായിരിക്കും. അത് അഗണ്യ കോടിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അതേസമയം മുഹമ്മദ് റിയാസിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി സാറ് പറയുന്നത് വ്യക്തിപരമായി പിണറായിക്ക് ഇത് തിരിച്ചടിയല്ല, അല്ല, സന്തോഷമാണ്. അതങ്ങനെ ഉയർന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള പിന്നെ അവിടെയാണ് ചോദ്യം. ആ ലക്ഷ്യം, തുടർഭരണം എന്ന ലക്ഷ്യം സാധ്യമാണോ? കാരണം നിലമ്പൂരിലെ 7 പഞ്ചായത്തുകളിൽ കരുളായി ഒഴിച്ച് ബാക്കി 6 പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും കനത്ത തിരിച്ചടിയാണ്. കരുളായിൽ 118 വോട്ടിനാണ് LDF ലീഡ് ചെയ്തത്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 1000 ചില്ലുവാനും, ചില സ്ഥലത്ത് ഏതാണ്ട് 4000-അടുത്ത് പോയി ഭൂരിപക്ഷം. അങ്ങനെ അത്രയും വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, PV അൻവർ എന്ന് പറയുന്ന പിണറായിക്ക് എതിരായി, പിണറായിയുടെ നയങ്ങൾക്കെതിരായി MLA സ്ഥാനം രാജിവെച്ച് പോരിനിറങ്ങിയ PV അൻവർ വരെ 20,000 വോട്ട് പിടിച്ചു. ഈ PV അൻവർ ഫാക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ UDFന്റെ ഭൂരിപക്ഷം 30,000 കടന്നേനെ. അതെ, PV അൻവറിൻ്റെ വോട്ട് മാത്രമാണ് മരുമോനിസത്തിനെതിരെയായിട്ട് കിട്ടിയ പ്രതിഷേധത്തിൻ്റെ വോട്ടുകളാണത്. അതെ, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ വോട്ടുകളെയും CPMൻ്റെ കയ്യിലിരിക്കുകയല്ലേ. ഇപ്പം നോക്കിക്കോളൂ, അടുത്ത പ്രാവശ്യം അടുത്ത കളി കളിക്കും. എന്തിനാണ് ഈ ഹിന്ദു പത്രത്തിൽ അഭിമുഖം കൊടുത്തത്? മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നറിയാവില്ല, അതിന് മുന്നേ കൂട്ടി കത്തിയും മുനയും എല്ലാം രാഗി വെച്ചിരിക്കുകയായിരുന്നു അറവുമാടിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട്. അവിടെ സ്വരാജിനെ വയ്ക്കണമെന്ന് ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? പാർട്ടിയല്ല, പാർട്ടിക്ക് മുകളിലുള്ളൊരു മനുഷ്യനാണ്. അതിൻ്റെ പേരാണ് പിണറായി വിജയൻ. രാഗി വെച്ചിരിക്കുകയായിരുന്നു കത്തി, അവിടെ ഇട്ട് തോൽപ്പിച്ചതെങ്ങനെയാണ്? MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി വഴി. MV ഗോവിന്ദൻ എന്നെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചത്? RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതുവരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ പറയാത്ത വർത്തമാനം അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇസ്ലാമിക വർഗീയത അനിവാര്യമായ സാഹചര്യത്തിൽ ഞങ്ങൾ അവരുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക വർഗീയതയുടെ തിളച്ചുമറിയലുള്ള ഒരു ജില്ലയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള പോക്കറ്റിൽ ഇത്ര വോട്ടേ കുറഞ്ഞുള്ളല്ലോ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം അവരെ പ്രീണിപ്പിച്ചുകൊണ്ടല്ലാതെ വോട്ട് നേടാൻ കഴിയുകയില്ല ഒരു പാർട്ടിക്കും. BJPക്ക് പോലും ഇത്രയും വോട്ട് കിട്ടിയത് വലിയൊരു അത്ഭുതമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാരണം അങ്ങനെയുള്ളൊരു പോക്കറ്റിൽ അവരെ പ്രീണിപ്പിച്ചുകൊണ്ടും പ്രീതിപ്പെടുത്തിക്കൊണ്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അല്ലാതെ ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിൻ്റെ അവസ്ഥ. മൗദീദിസം വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ഇഫക്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ പോലും കണ്ടില്ല സ്ഥിതി. അതാണ് ആ തങ്ങൾ അവരുമായിട്ട് പ്രണയമായിരുന്നു എന്നുള്ള തുറന്നു സമ്മതിക്കൽ സത്യമാണത്. അത് രാജേന്ദ്ര ആർലേക്കർ തന്നെ പറഞ്ഞല്ലോ, ഗോവയിലെ സഹകരണം നമ്മൾ കണ്ടതല്ലേ. ഇത് കുറേ ജയിലിൽ ഒരുമിച്ചായിരുന്നു സാർ. അതുകൊണ്ടാണ് ഇവിടെ കുറെ കൂടി വ്യക്തമായിട്ട് ഈ നിലമ്പൂർ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ കാത്തിരിക്കുന്നത് ഈ വിധി, നിലമ്പൂരിലെ വിധി ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. ഡിപ്പെൻസ് എന്നുള്ളതാണ് കാര്യം. കാരണം കൗശലമെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൂടപ്പുറപ്പാണ്. രാഷ്ട്രീയ അഭ്യാസങ്ങൾ ഒതുക്കേണ്ടവരെ ഒതുക്കാൻ അദ്ദേഹം കേരള കോൺഗ്രസിനെ പിടിച്ചത് കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും അത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കൗശലമാണ്. അതുപോലുള്ള കൗശലങ്ങൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എന്താ നടക്കാൻ പോകുന്നത്? അപ്പോൾ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം ചെയ്യും നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? PDPയെ കൊണ്ടുവരുമെന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിചാരിച്ച കാര്യമാണോ? കൊണ്ടുവന്നില്ലേ? ഇനി വെൽഫെയർ പാർട്ടിയെ കൂടി UDFൻ്റെ ഭാഗമാകാതെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു അഭിമുഖം വല്ലതും കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗോവിന്ദൻ മാഷിനെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വർത്തമാനം പറയിപ്പിച്ചാൽ പോരെ? സംഗതി ആകപ്പാടെ മാറും. മുഖ്യമന്ത്രിയാണ്. നമ്മളീ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ഭരണവികാരമുണ്ട്. ക്ഷേമ പെൻഷൻ കണ്ടില്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു ശമ്പള കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ, അവരുടെ കുടുംബങ്ങളും എല്ലാം സന്തോഷിക്കില്ലേ? സർവീസ് സംഘടനയല്ലേ? പരമാവധി ആ സർവീസ് ബ്യൂറോക്രസിയുടെ മെഷീനറി മുഴുവൻ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ചലിക്കും. എനിക്കിനി പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ AVMൻ്റെ
ഫോൾട്ടിനെ കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊന്നും പറയാനില്ലേ ജയിച്ചു കഴിഞ്ഞപ്പോൾ? ഇല്ല, ജയിക്കുന്നിടത്ത് അദ്ദേഹത്തിന് പരാതി. നിലമ്പൂരിൽ ഇത് നമ്മുടെ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതെ. നല്ല അപ്പൊ കൃത്യമായി ഇങ്ങനെ നമുക്കൊരു കൺക്ലൂഷനിൽ കൂടെ അവിടെ അട്ടിമറിയൊന്നും അതെ, നടന്നില്ല. നമ്മളിത് ചർച്ച ചെയ്യാൻ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നില്ല, ഒന്നും നടന്നിട്ടില്ല, എല്ലാം പെർഫെക്റ്റ്. EVM അട്ടിമറി നടന്നില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എങ്ങുമേ അട്ടിമറി നടന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ അത് ഈ ഉത്തരേന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം. അങ്ങനെയല്ല. ഈ കോൺഗ്രസ് പാർട്ടി ഏത് മണ്ഡലത്തിൽ ജയിക്കുന്നില്ലയോ അവിടെ എല്ലാം ഇലക്ട്രോണിക് അട്ടിമറി നടക്കുകയാണ്. അതേസമയം കോൺഗ്രസ് ഏത് മണ്ഡലത്തിൽ ജയിക്കുന്നോ അവിടെ യാതൊരു വിധമായ അട്ടിമറിയില്ലാത്ത തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സീറ്റും കോൺഗ്രസ് തോൽക്കുന്ന മണ്ഡലത്തിൽ അട്ടിമറിയും, ഇന്ത്യയിലെ 520 സീറ്റും കോൺഗ്രസിൻ്റെതാണ്. അവിടെ തോൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷൻ എത്തിക്കൊണ്ട് ജയിച്ചാൽ കുഴപ്പമില്ല ഉപസംഹരിക്കുക.